എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഹാപ്പി ബർത്ത്ഡേ ബേബി ഗേൾ. ഹാപ്പി ബർത്ത്ഡേ ബേബി. 28 Jan 2026 കറക്റ്റ് 12 മണി. ഐ എം 24 years old. 24 years of happiness. കുറച്ച് സാഡ് മെമ്മറീസ്, ബട്ട് ഐ വോണ്ട് ടു റിമെമ്പർ ഓൾ ദ ഹാപ്പി തിങ്സ്. ലിറ്ററലി വർഷങ്ങളൊക്കെ അതാ ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് നമ്മുടെ ജീവിതം പതുക്കെ പൊക്കൊണ്ടുവന്ന സമയം എപ്പോഴാണെന്നറിയാമോ? വെൻ ഐ വാസ് ഇൻ 10th. വി വെയർ ടു യങ് ടീനേജ് കപ്പിൾസ് ഇൻ ലവ്. ഇപ്പം 24 വയസ്സായി. ബർത്ത്ഡേ ഗിഫ്റ്റ് നാളെ ഡെലിവറി ആവുള്ളൂ. സോ മോർണിംഗ്, നാളെ അല്ല ഇന്ന് മോർണിംഗ് ഡെലിവറി ആവുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുവരാം. എനിക്ക് ആക്ച്വലി ഗിഫ്റ്റ് സർപ്രൈസ് അല്ല. എൻ്റെ അടുത്ത് എന്താണ് ഇതിനെ കുറിച്ചുള്ള എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റും എൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന്. ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തിനോട് എന്നോട് വന്ന് ഇതാണോ കൊള്ളാം അതാണോ കൊള്ളാം എന്നൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോഴേ എനിക്കറിയാം. സോ ഇറ്റ്സ് നോട്ട് എ സർപ്രൈസ് ആക്ച്വലി. ഐ നോ വാട്ട് യു ആർ ഗിവിംഗ് മീ. നല്ല സർപ്രൈസ് ആയിരിക്കും. ആൻഡ് എൻ്റെ ബർത്ത്ഡേ വിഷ്, എൻ്റെ 24ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ വിഷ് എന്താന്ന് ആക്ച്വലി അത് ഞാൻ അവസാനം പറയാം അല്ലേ. ഒരു സ്പെഷ്യൽ പാർട്ടി ഡിന്നറൊക്കെ ഉണ്ട്, ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ഉണ്ട്, കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവസാനം പറയാം എൻ്റെ 24ാമത്തെ വയസ്സിൻ്റെ വിഷ് എന്താന്ന്. സോ ഇപ്പോൾ 12 മണി ആയതുകൊണ്ട് പോയി കിടന്നുറങ്ങാം. ഞാനൊരു മൂവി കണ്ട് തിരിച്ചു വരുന്ന സമയമാണ്. സോ ഐ റിയലി വോണ്ട് ടു സ്ലീപ്പ്, ലൈക്ക് റിയലി വോണ്ട് ടു സ്ലീപ്പ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ വേറൊരു പരിപാടിയിലേക്ക് പോകാം. ബാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫുഡ്. അപ്പോൾ അഫ്കോഴ്സ് ബർത്ത്ഡേ ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കഴിക്കണം എന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? എനിക്ക് നിയർലി ഒരു 1.5 മണിക്കൂർ അങ്ങോട്ട് 1.5 മണിക്കൂർ ഇങ്ങോട്ട്, അങ്ങനെ ഒരു 3 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ മാത്രമേ എനിക്ക് സാധനം കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ഫുഡാണ്, പക്ഷേ ജനറലി എനിക്ക് 3 മണിക്കൂറൊക്കെ നമ്മൾ ഒരു ഫുഡിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എനിക്കറിയാം കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആൻഡ് ഐ ലവ് ടു ഡ്രൈവ്, സോ ഐ തോട്ട് വൈ നോട്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ പോവാണ്. ബാ. ഓ, ആൻഡ് ഇറ്റ്സ് എ സോളോ ഡേറ്റ്. ആക്ച്വലി എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ചെറിയൊരു അബദ്ധം പറ്റി. വലിയ അബദ്ധമല്ല, ചെറിയ അബദ്ധം. എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡ്രസ്സ് ഓർഡർ ചെയ്തത് ജസ്റ്റ് ഒരു 1 വീക്ക് മുമ്പാണ്. അത് ഓർഡർ ചെയ്തിട്ട് ഒന്നാമത്തെ കാര്യം അത് ഇതുവരെ ഡെലിവർ ആയില്ല. രണ്ടാമത്തെ കാര്യം അതിൻ്റെ സൈസ് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. മൂന്നാമത്തെ കാര്യം അതിൻ്റെ കളർ ഞാൻ മാറ്റി ഓർഡർ ചെയ്തു. ഞാൻ ബ്ലാക്ക് ഓർഡർ ചെയ്യാനാണ് വിചാരിച്ചത്, പക്ഷേ ഓർഡർ ചെയ്ത് അറിയാണ്ട് ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേക്കും വേറെ ഏതോ ഒരു കളറായിപ്പോയി. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ എനിക്ക് ഡ്രസ്സില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. പക്ഷെ വേറെ 1-2 ഡ്രസ്സുകൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് കൊണ്ട് ഐ തിങ്ക് ഐ എം ഗോയിങ് ടു വെയർ അതിലേതെങ്കിലും ഒരെണ്ണം. ഏതാണെന്ന് പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എല്ലാ അവസാന നിമിഷം ചെയ്യുന്നതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണിത്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര നേരത്തെ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റിനകം നമ്മളവിടെ എത്തും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ കഴിക്കുന്നതെന്ന്. ബർത്ത്ഡേ ഡ്രസ്സ് വരാത്തതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലാത്ത 1-2 ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡ്രസ്. പക്ഷേ I have a beautiful second dress to show you. ഇത് കൊള്ളാം, വെരി പിൻട്രസ്റ്റി, വെരി ക്യൂട്ട്. പക്ഷേ ലുക്ക് അറ്റ് ദിസ് റെഡ് ഡ്രസ്. സോ ദിസ് ഇസ് ദ വൺ. താജിലെത്തി. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട്സ്. ഇവിടെയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആൻഡ് ഐ ലവ്. ദർ ഈസ് എ സ്പെഷ്യൽ തിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അടിപൊളി സാധനം ഉണ്ട് അവിടെ. അപ്പോൾ അത് കഴിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേയുടെ ഒരു ആഗ്രഹം. അത് സാധിച്ചു തന്ന താങ്കൾക്ക് നന്ദിയുണ്ട്. ഭയങ്കര ഭംഗിയാണ്. ഈ പോകുന്ന വഴിക്ക് മൊത്തവും ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ റിസോർട്ട് കണ്ടിട്ടില്ല. ഐ ലവ് ഇറ്റ്. എൻ്റെ ഫേവറേറ്റ്. ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടാണ് ഇത്. റിസോർട്ട് മാത്രമല്ല, ഇവർക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ താമസിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ബീച്ചുണ്ട്, അപ്പോൾ അത് എൻജോയ് ചെയ്യാം. ഇപ്പോഴത്തെ കായലാണെന്ന് തോന്നുന്നു, അതും എൻജോയ് ചെയ്യാം. നമ്മളിങ്ങനെ അവിടെ എത്താൻ കുറച്ച് ദൂരമുണ്ട്. ഇവിടെ കുറച്ചിങ്ങനെ നടന്ന് പോയിട്ട് വേണം എത്താനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ആമ്പൽക്കുളത്തിൻ്റെ സൈഡിലിരിക്കുമായിരുന്നു. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എൻ്റെ ഈ ചുറ്റും ഒരു 100,000 കൊതുകുണ്ട്. അതുകൊണ്ട് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നടക്കാം അല്ലേ. നിന്നാലപ്പോൾ കൊതുക് ചിലപ്പോൾ നമ്മളെ പിടിച്ച് എടുത്തിട്ടങ്ങ് പോകും.
അത്രയും കൊതുണ്ട്. പിന്നെ ഇത്രയും ഇതാണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കുളമാണ്. എന്താ അത്? അമ്പലം, കായലല്ലേ? എന്താ നിറയെ താമരയ്ക്കുള്ളൊരു കായൽ. പക്ഷേ നിൽക്കാൻ പറ്റില്ല, കൊതു നമ്മളെ ഇല്ലാണ്ടാക്കി കളയും. ഓ, മാച്ചിങ് ഡ്രസ് എനിക്ക് എന്താ? അത് പിന്നെ ബ്ലാക്ക് അല്ലേ ഇടുള്ളൂ. സോറി, താങ്കൾ ബ്ലാക്ക് മാത്രമേ ഇടുള്ളായിരിക്കും. എനിക്ക് പറ്റത്തില്ല. എനിക്ക് കളർഫുള്ളാണ് ഇഷ്ടം. കുറച്ച് റെഡ്, കുറച്ച് ബ്രൗൺസ്. എന്താ? ഓ, നീ കാണിച്ചു തരാം കേട്ടോ. ഈശ്വര, ഇത് ഒരു സെറ്റേ ഉള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ ചുറ്റുമാണ് ഈ കൊതു മുഴുവൻ. ആക്ച്വലി എനിക്ക് വിശക്കുന്നതേ ഇല്ല, കാരണം ഞാനൊരു ഒറ്റ ബൗള് മുഴുവൻ ഷെപ്പേർഡ് പൈ ഒറ്റയ്ക്ക് തിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വിശക്കുന്നതേ ഇല്ല. ഈ കടലിൽ വരുമ്പോൾ ഞാൻ ഈ കടൽ തീരത്ത് വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ മുടി ഇങ്ങനെ പഫി ആയിട്ട് വരും. നമ്മുടെ കടൽ ഇതിൽ പോയി എൻ്റെ കേൾസ് ഇങ്ങനെ കുറച്ചുകൂടെ കേളി ആയിട്ട് വരും. ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് കേളി ഹെയർ ഉള്ളത്, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. ഒരു രസമല്ലേ ഫ്രിസി ആയിട്ട് കിടക്കും, പക്ഷെ അതൊരു ഒരു രസമാണ്. സോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേറൊരു മുടി താമസിയാതെ കാണാൻ പറ്റുമായിരിക്കും. മിക്കപ്പോഴും അങ്ങനെ ആവാറുണ്ട്. ഇപ്പം എനിക്കറിയില്ല, എല്ലാം പനി വന്ന് കൊഴിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് പഫി ആവാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന്. പക്ഷെ എന്നാലും നമുക്ക് പോവാം. എനിക്ക് നമ്മുടെ ഫുഡെല്ലാം റെഡിയായി. ഭയങ്കര ഒരു സ്പെഷ്യൽ വൈബാണ് കേട്ടോ. ഫുൾ തിരമാലയുടെ സൗണ്ടാണ്. നമ്മൾ സംസാരിക്കുന്നത് തന്നെ കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഒരൊറ്റ സങ്കടം ഉണ്ടായത്, അവിടെ നിന്ന് കുറേ ആൾക്കാരുണ്ടായിട്ട് ഭയങ്കര ബഹളമായിരുന്നു, ലൈക്ക് ഭയങ്കര നോയ്സ് ആയിരുന്നു. അപ്പം എനിക്കത് അത്ര ഇഷ്ടമല്ലേ. മുതലേ എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്താണ്. എൻ്റെ പരിചയമുള്ള എല്ലാ ആൾക്കാർക്കും അറിയും. എനിക്ക് പ്രത്യേകിച്ച് നോൺ വെജ് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം പോലും നോൺ വെജ് ഇല്ലാതെ എനിക്ക് ആഹാരം കഴിക്കുന്നത് ഇഷ്ടമേ അല്ല. സോ ആൻഡ് എവിടെ പോയാലും എനിക്ക് അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ തന്നെ കഴിക്കണം. എന്നാലും എനിക്ക് മെയിൻലി കൂടുതൽ ഇഷ്ടം പിസ്സയാണ്. എന്നാലും എനിക്ക് ചോറും കറിയൊന്നും കഴിക്കണം എന്നില്ല. എനിക്ക് അവിടെ എന്താണോ സ്പെഷ്യൽ എനിക്ക് ആ സാധനം തന്നെ കഴിക്കണം. ഇന്ന് ഞങ്ങൾ കഴിച്ചത് ചിക്കൻ ടിക്ക പിസ്സയായിരുന്നു. അതായിരുന്നു അവിടുത്തെ കുറച്ചൊരു സ്റ്റീപ്പിൾ ഒരു നല്ല ഡിഷായിട്ട് എനിക്ക് തോന്നിയത്. അത് നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഏതാണെന്നറിയോ? വിങ്സ് ആയിരുന്നു. ഇതെനിക്ക് ബർത്ത്ഡേക്ക് കഴിക്കാൻ പറ്റിയില്ല, പക്ഷെ അതിന് ശേഷം ഞാൻ പോയി കഴിച്ചു. ബട്ട് മൈ ഫേവറേറ്റ് ഇസ് ദ ചോക്ലേറ്റ് കേക്ക്. അത് കഴിഞ്ഞ് അവിടെ ശരിക്കും ഒരു യുദ്ധമായിരുന്നു. ഞങ്ങളും കാറ്റും തമ്മിലുള്ള യുദ്ധം. ഞാൻ പറഞ്ഞല്ലോ, നല്ല കടൽക്കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തീ കൊളുത്താൻ, നമ്മുടെ ക്യാൻഡിലിന് തീ കൊളുത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വിളക്കൊക്കെ കത്തിക്കുന്ന പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാൻഡിലൊക്കെ കത്തിച്ച്, ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഭയങ്കര കുഞ്ഞ് ഫംഗ്ഷൻ ആയിരുന്നു. അത് ഫംഗ്ഷൻ എന്നല്ല, ഞങ്ങൾ ജസ്റ്റ് ഡിന്നറിന് പോയതാണ്. എനിക്കങ്ങനെ അധികം ആൾക്കാരെ വിളിച്ചിട്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല. ഞാനങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. എനിക്ക് എപ്പോഴെങ്കിലും ഒറ്റയ്ക്കൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ വളരെ വളരെ അടുത്തുള്ള ആൾക്കാരൊക്കെ മാത്രമേ ഇരുന്ന്. അതെൻ്റെ ജീവിതത്തിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്കും അങ്ങനെയാണ്. എനിക്ക് വളരെ അടുത്തുള്ള ആൾക്കാർ മാത്രമേ ഇരുന്ന് അങ്ങനെ ഒരു കുഞ്ഞ് ഈവനിങ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്കിഷ്ടം. പിന്നെ ഞാനങ്ങനെ ഭയങ്കര ഫ്രണ്ട് സർക്കിളുള്ള ഒരാളും അല്ല. അപ്പോൾ പിന്നെ എൻ്റെ പാർട്ടിക്ക് വിളിക്കാൻ പോയാലും എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വിളിക്കാൻ ആ കൂടെ 2-3 പേരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഗ്യാങ് ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ. ഐ ലൈക്ക് ടു ബി അലോൺ സംടൈംസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു പെട്ടിതാ കേക്ക് പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. കാരണം തിന്ന് തീർക്കാൻ പറ്റില്ല, 1/2 കിലോ ഉണ്ടല്ലോ. ഞാൻ തീർക്കും, പോകെ ഞാൻ തീർത്തോളും. അപ്പോൾ ഇനി നമ്മളെങ്ങോട്ടാ? ഗിഫ്റ്റ് വാങ്ങാൻ. ഗിഫ്റ്റ് അല്ല, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തരാൻ. അപ്പോൾ ഗിഫ്റ്റ് നമുക്ക് അൺബോക്സിങ് അൺബോക്സിങ്. ഇനി ഗിഫ്റ്റ്. യെസ്, ഗിഫ്റ്റ് വരട്ടെ. പോട്ടെ. എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഗിസ് ചെയ്യണോ? എനിക്കറിയാം. എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ എനിക്കറിയാം. എന്നാലും you won't be thinking about this. ഓക്കേ. ഓ, ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്. ഐ നോ. പക്ഷെ സാധനം വേറെ അല്ലേ? എനിക്കറിയാം, ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങേണ്ടതായിരുന്നില്ല. ബട്ട് ഐ ലവ് ഇറ്റ് സോ മച്ച്. എനിക്കിതൊരു ക്രേസ് ആണ്. അപ്പോൾ എനിക്കിത് ഓപ്പൺ ചെയ്യണോ? എനിക്ക് ഓപ്പൺ ചെയ്യാൻ പേടി. ഈശ്വര, എൻ്റെ കിഡ്നിയേക്കാളും വിലയുള്ളൊരു സാധനം. അത്രയൊന്നുമില്ല. അയ്യോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഗാഡ്ജറ്റ്സ് ഒക്കെ തുറക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും താഴെ പോവും. ചില ആൾക്കാർക്ക് ഐഫോണേ വാങ്ങിച്ചോടനെ തറയിലിട്ട് പൊട്ടിച്ച് അത് കണ്ടിട്ടുണ്ടോ? ഞാൻ അതിൽ പെട്ട ഒരാളാണ്. എന്നിട്ടാണോ എൻ്റെ കയ്യിൽ ഇത് തരുന്നത്? ഭഗവാനെ, വാറന്റി കാർഡ് ഉണ്ട് ബാക്കി. പിടിച്ചോ. യൂസ് ദിസ്. പതുക്കെ ഞാൻ ഇത് ചെയ്യുന്നില്ല. ഞാനിത് പതുക്കെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്ത് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്.
ഇവിടെ ഞാൻ ഒന്നും ചെയ്തില്ല. എനിക്കിത് തിരിച്ചതുപോലെ പൊതിഞ്ഞ് അതിനകത്ത് വെക്കാനുള്ളതാണ്. തരും ഒരു ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ കവർ ഉണ്ടോ, കൊള്ളാല്ലേ, നല്ല പാക്കേജിങ്, എനിക്കിഷ്ടമായി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബിക്കോസ് ഈ സാധനം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും വേണ്ട എന്തിന്, പിന്നെ വെരി എക്സ്പെൻസീവ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് എനിക്കിഷ്ടമാണ് ഭയങ്കര. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് ഗാഡ്ജറ്റ്സ് വാങ്ങാൻ ഭയങ്കര മടിയാണ്. കാരണം ഗാഡ്ജറ്റ്സ് വാങ്ങുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഭയങ്കര എക്സ്പെൻസീവ്, രണ്ടാമത്തെ കാര്യം എൻ്റെ കയ്യിൽ നിന്ന് വീണൊക്കെ പൊട്ടോ, അപ്പോൾ പൊട്ടിയാൽ തീർന്നില്ലേ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഗാഡ്ജറ്റ്സ് വളരെ കുറച്ച് വാങ്ങുന്ന ഒരാളാണ് ഞാൻ. ബട്ട് ഐ ലവ് ദിസ് ഇസ് മൈ ഫേവറേറ്റ് വൺ. എനിക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും, എൻ്റെ ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, എൻ്റെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണിത്. ഓ ഐ ലവ് ഇറ്റ്, റിയലി ലവ് ഇറ്റ്. ബർത്ത്ഡേ ആ കവർ കളയല്ലേ. എനിക്ക് ഞാൻ എല്ലാം റാപ്പ് ചെയ്യുന്ന കവറ്, മറ്റേ ഗിഫ്റ്റ് റാപ്പ് എല്ലാം ഞാൻ എടുത്ത് വെക്കും. ഞങ്ങൾ ആദ്യമായിട്ട് വാലന്റൈൻസ് ഡേക്ക് എനിക്ക് വാങ്ങിച്ചു തന്ന ഡയറി മിൽക്കിൻ്റെ കവർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, അറിയാമോ? അതെ, ആ കവർ എനിക്ക് വേണം. ഞാൻ മറ്റേ ചില പൂച്ചകൾ ബോക്സ് മാത്രം വേണമെന്ന് പറയില്ല, അതുപോലെ എനിക്ക് എവിടെ പോയാലും എന്തിനു പോയാലും അവിടെയുള്ള എല്ലാ ചപ്പുചവറും ഞാൻ വാരിക്കൊണ്ടു പോകും. കവറ്, സിനിമ ടിക്കറ്റിൻ്റെ മറ്റേത്, ബാക്കി എൻ്റെ ഷൂസ്. എനിക്ക് ആദ്യമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ എനിക്കൊരു ഷൂസ് മേടിച്ചു തന്നു, ആദ്യമായിട്ടൊരു നല്ല ഷൂസ്. ആ ഷൂസിൻ്റെ ടാഗ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ ടാഗിൻ്റെ അതിൻ്റെ പേരെഴുതിയ ഒരു ലോഗോൻ്റെ ഒരു സാധനമുണ്ട്. അതിപ്പോഴും എനിക്കൊന്ന് എത്ര വർഷമായി, എനിക്ക് ഭയങ്കര കുഞ്ഞായിരുന്നപ്പം, ഭയങ്കര കുഞ്ഞല്ല, കാരണം ഷൂസല്ലേ, കുറച്ച് വലുതായപ്പോൾ ഒരു ടീനേജ് ആയപ്പോൾ എനിക്ക് മേടിച്ചത്. അതുവരെ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒന്നിൻ്റെ ഒരു കവറും കളയാറില്ല. നിങ്ങളിപ്പോൾ ഇന്നലെ പണ്ട് തന്നിട്ടുള്ള കുന്നിക്കുരു വരെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ കവറും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്നറിയാമോ? കേക്കിന് വേണ്ടിയിട്ട്. ഓഫ്, ആ കേക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ നിറയെ ലെയേഴ്സ് ഓഫ് ചോക്ലേറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കേക്കിന്റെ റിവ്യൂ അല്ലേ, അത്യാവശ്യം കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. ഭയങ്കര. പിന്നെ വേറെ കാര്യം, ഇത് ഒടുക്കത്തെ ഹെവിയാണ്. ഒടുക്കത്തെ ഹെവി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഹെവി. ഇങ്ങനെ രണ്ട് സൈഡും തുറന്നെടുത്തു. എനിക്ക് മൊത്തത്തിൽ വിരിച്ചിരുന്ന് തിന്നണം, ഇങ്ങനെ തുറന്നു വെച്ചിട്ട്. ഓഫ്, എന്നാലും ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നുള്ള സാധനം എടുത്ത് കളയേണ്ടി വന്നു. കരയിൽ മൊത്തം മിനുക്കായതുകൊണ്ട്. എഡിബിൾ ഗ്ലിറ്റർ ആയിരുന്നു, പക്ഷേ വി ഡോണ്ട് നീഡ് എഡിബിൾ ഗ്ലിറ്റർ. പിന്നെ സ്നേഹം കൂടിയിട്ട് അതിന്റെ ചുറ്റും എഡിബിൾ ഗ്ലിറ്റർ ഓൾറെഡി ഉണ്ട്. എനിക്ക് ഷേപ്പിൽ അമ്മ ഉണ്ടാക്കി തന്നു. ഞാൻ അപ്പുറത്തെ ഹാർട്ട് വരച്ചു തരാൻ പറഞ്ഞതേ ഉള്ളൂ. അവര് ഹാർട്ട് ആക്കി കേക്ക് ഉണ്ടാക്കി. ഷെഫിന് നിങ്ങളോടുള്ള സ്നേഹം കണ്ടോ? സ്നേഹം സംഭവം നല്ലോണം അലിഞ്ഞു തുടങ്ങി. ഇതൊന്ന് പിടിക്കാവോ? അതിന്റെ ഇടയിൽ ഒരാൾ തിന്നുന്നുണ്ടോ? ഞാൻ ശരിക്കും ടൈറ്റിലാണോ? ടൈറ്റിലുള്ള ഇതിൽ എത്ര ലെയർ ചോക്ലേറ്റ് ഉണ്ടെന്ന് അറിയോ? അതിൻ്റെ നടുക്കുള്ളത് ആ ചോക്ലേറ്റ് ഇങ്ങനെ വിപ്പ് ചെയ്തൊരു സാധനം, സാധാരണ ക്രീമൊന്നുമല്ല. ആൻഡ് ഐ എം ഗോയിങ് ടു ഗെയിൻ സോ മച്ച് വെയിറ്റ്, ഐ എം ഗോയിങ് ടു ഗെയിൻ സോ മച്ച് ഫാറ്റ്. നോ, കാരണം അല്ലേ, ഞാനിത് മാത്രമല്ല, ഞാൻ മൊത്തം ഇരുന്ന് തിന്നു. അങ്ങനെ അല്ല, ഒരു പീസ് തിന്നിട്ടല്ലേ, ഞാൻ 1/2 കിലോ ഞാൻ തന്നെ തിന്ന് തീർക്കും. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും. ഓസം. എനിക്കിങ്ങനെ കുറേ ബർത്ത്ഡേക്ക് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ കുറേ ദൂരം നടക്കണം എന്നൊക്കെ. നടന്ന് മനസ്സിലായി, ഭയങ്കര ചില്ല്. പക്ഷെ എനിക്കൊരു ഒറ്റ കാര്യത്തിൽ മാത്രമേ സങ്കടമുള്ളൂ. നമ്മളവിടെ പോയിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ബഹളമായിരുന്നു. ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഇല്ല, ഒരിക്കലും ഉണ്ടാവാറില്ല. ഇത്തവണ ഭയങ്കര ബഹളമായിരുന്നു അവിടെ. ഒരു വെഡിങ് നടക്കല്ല, വെഡിങ്ങോ എനിക്കറിയില്ല, മേ ബി വെക്കേഷൻ. അപ്പോൾ അവര് ഭയങ്കര ബഹളമായിരുന്നു. എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം നേരെ സീനിന്റെ ഓപ്പോസിറ്റാണ് നമ്മളിരുന്നത്. ഇതൊരു ഭംഗിയായിരുന്നു എന്നറിയോ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എന്നിട്ട് എന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തില്ല. ബർത്ത്ഡേക്ക് വിഷ് വേണ്ടേ? ഇങ്ങോട്ട് വെച്ചോ. അപ്പൊ എന്റെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ വിഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 24 വർഷമായി. കുറേ ആൾക്കാർ വന്നു, കുറേ ആൾക്കാർ പോയി. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം എനിക്ക് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിച്ചിട്ടില്ല, കൈൻഡ്നെസ് കാണിച്ചിട്ടില്ല എല്ലാ ആൾക്കാരും ഇനി എൻ്റെ കൂടെ ഉണ്ടാവട്ടെ. പോകാനുള്ളവരൊക്കെ പൊക്കോട്ടെ, അതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ നിൽക്കട്ടെ. ആൻഡ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ നല്ല നിമിഷങ്ങളിലും ഐ എം ഗ്രേറ്റ്ഫുൾ. ആൻഡ് ഓരോ സങ്കടമുള്ള മോശമുള്ള ദിവസങ്ങളിലും ഐ എം ഗ്രേറ്റ്ഫുൾ. കാരണം
ഓൾ ദീസ് മേക്സ് മീ ഹു ആം. 24 വയസ്സായി, അതുകൊണ്ട് ഭയങ്കര സീരിയസ്നെസ്, അത്യാവശ്യം സീരിയസ്നെസ് മെച്യൂരിറ്റി ഒക്കെ വേണം. മെച്യൂർ ഇനഫ് അല്ലേ? ഞാൻ അങ്ങനെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ആളല്ല, ബട്ട് സ്റ്റിൽ ഐ വിഷ് ടു മേക്ക് ദാറ്റ് സ്മോൾ കിഡ് ഇൻ മീ ഹാപ്പി. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ആഗ്രഹിക്കുന്ന ഒരൊറ്റ, മെയിൻലി ഞാൻ ഈ 24-ാമത്തെ വയസ്സിൽ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം, ഐ ജസ്റ്റ് വോണ്ട് ടു ബി ലൈക്ക് എ ഹാപ്പി കിഡ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയട്ടോ, ബിക്കോസ് എവറി ഡേ ഈസ് എ ചാൻസ് ടു ഇംപ്രൂവ്. സോ ബൈ ബൈ. അര കിലോ മൊത്തം ഞാൻ തിന്നും. I can.